മലയാള സിനിമയ്ക്ക് ഏറ്റവും വലിയൊരു നഷ്ടമാണ് ശ്രീനിവാസൻ്റെ ആരോഗ്യമില്ലായ്മ തന്നെ വലിയൊരു നഷ്ടമായിരുന്നു. നമുക്കത് കഴിഞ്ഞ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സത്യനന്ദിക്കാടുമായി ചേർന്നുള്ള സിനിമകൾ നമ്മൾ ഇന്നും പറയുന്നൊരു കാര്യമുണ്ട്. ദുബായ് ആണെന്ന് പറഞ്ഞ് മാമുക്കോയ ഇവരെ രണ്ടുപേരും കൂടെ കൊണ്ടുവന്ന് മദ്രാസിൽ വിടും. അറബി അറബിയോട് പറയാൻ അറബി പഠിപ്പിക്കുക, 2 വാക്ക് അറബി പഠിപ്പിക്കുക. ഇതൊക്കെ ഇത്രയും ഹ്യൂമറസ് ആയിട്ട് കാണുന്നതിനാണല്ലേ അത് പറയാം. എഴുതാനൊക്കൂ, അങ്ങനെ ഒരു കാര്യം എഴുതാൻ പറ്റൂ. സഖാവ് എന്താ കല്യാണം കഴിച്ചതെന്ന് ചോദിക്കുമ്പോൾ അത് നമ്മളിപ്പോൾ തൻ്റെ കാര്യമല്ലേ സംസാരിക്കുന്നത് എന്നുള്ള മറുപടി ശങ്കരാടിച്ചാറുണ്ട്. അപ്പോൾ കല്യാണം നമുക്ക് അത്ര നല്ലതല്ല എന്ന് പറയുമ്പോൾ സഖാവ് കല്യാണം കഴിച്ചോ എന്ന് ചോദിക്കുമ്പോൾ അല്ല അത് തൻ്റെ കാര്യമല്ലേ പറഞ്ഞത്, നമ്മളെ കാര്യമല്ലല്ലോ എന്ന് പറയുന്ന അത്തരം തമാശകൾ വളരെ രസകരമാണ്. ഇന്നസെൻ്റ് വരുന്നതും നാരിയൽ കാ പാനിയെക്കുറിച്ച് പറയുന്നതും അതിനെപ്പറ്റിയുള്ള അർത്ഥവ്യാഖ്യാനങ്ങളൊക്കെ വേറൊരു എഴുത്തുകാരനെ ചിന്തിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രത്തോളം മനസ്സിൽ ഒരു ലാളിത്യം കൊണ്ട് നടക്കുന്നതാണ് അദ്ദേഹം. ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും തൻ്റെ കഥാപാത്രങ്ങളെ പോലെ തന്നെ ലളിതമായി ജീവിച്ചു എന്നുള്ളതാണ്. ശരിക്കും അതാണ് ആ വാക്ക്. കാരണം കഥാപാത്രങ്ങൾ സാധാരണക്കാരാണ്. ശ്രീനിവാസൻ എത്ര വലിയ സ്റ്റാർ ആയിരിക്കുമ്പോഴും, എത്ര മാർക്കറ്റുള്ള ഒരു ടെക്നീഷ്യനും ഡയറക്ടറും ആക്ടറുമായിട്ടിരിക്കുമ്പോഴും ശ്രീനിവാസൻ എന്ന് പറയുന്നത് ഒരു സാധാരണ തലശ്ശേരിക്കാരൻ്റെ ഒരു സാധാരണ മനുഷ്യൻ, ഒരു സാധാരണ നമ്മളിൽ പോലെ ഒരു സാധാരണക്കാരനായിരുന്നു. ഒരു താരമായി ഒരിക്കലും അദ്ദേഹം മാറിയിട്ടില്ല.